ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവതിനെയും ചെമ്മണ്ണീർ പൂവിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. തുടക്കം തന്നെ നല്ലൊരു റൊമാൻസ് സീനാണ് കാണുന്നത്. നമ്മുടെ രേവതിയും സച്ചിയും, സച്ചിക്ക് പൂരി മസാല ഇങ്ങനെ ഓരോരുത്തർ വാരി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് സീൻ എന്ന് പറയാം. കാരണം അവർ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലുള്ളൊരു ജീവിതമാണ് അവരിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ചേരേണ്ടവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞ് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നന്മയുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ദൈവം ചേർത്ത് വെച്ചെന്ന് പറയത്തില്ല, അതുപോലെ തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാരാബ്ദം കൊണ്ട് രേവതി കല്യാണം വേണ്ടെന്ന് വെച്ചു. അതുപോലെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അലമ്പും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടിപ്പോൾ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര റൊമാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞാൽ പൂരി മസാല ഓരോന്ന് വാരി 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 ഇങ്ങനെ എന്നെ കീറി കീറി വാരി വാരി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം സച്ചി പറയുന്നുണ്ട്, ഈ പൂരി മസാല എന്ന് പറയുന്നത് നമ്മൾ രണ്ടുമെന്ന് പറയും. അപ്പോൾ അതിനായിട്ട് അങ്ങനെ പറയുന്നത്, ഞാൻ പൂരി നീ മസാല, അപ്പോൾ അങ്ങനെ രണ്ടും ചേർന്നാലേ അതിത്ര അതിന് ഭംഗി ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ഒന്ന് പോയാ ചേട്ടാ ചുമ്മാ ആവശ്യമില്ലാത്ത പറയാതെ എന്ന് പറഞ്ഞ് കളി പറയാമെന്ന് പറഞ്ഞിട്ട് അത് സത്യമാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അപ്പം പറയും. അപ്പോൾ പെട്ടെന്ന് ഇക്കിളെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കൊടുത്ത് തലയിലൊക്കെ തട്ടിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നൊരു നല്ലൊരു ഗംഭീര സീനാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയും, ഒന്നും കൂടെ തരാം, തീർന്നിട്ടുണ്ട്, ഒന്നും കൂടെ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയും, വേണ്ട ഞാൻ പോകാൻ ടൈമായെന്ന് പറയുക. കാരണം ഇത് ഇത്രയും മതി, ഇത്രയും തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. പിന്നെ സച്ചി അപ്പോഴത്തേക്ക് പ്ലേറ്റ് വെക്കാൻ വേണ്ടി രേവതി അടുക്കളയിലേക്ക് പോകും. അതുപോലെ തന്നെ സച്ചി കൈ കഴുകാൻ പോവാം. ഈ ടൈമിൽ താഴെ നമ്മുടെ ശ്രുതി കിടക്കുവാണ്. അത് കട്ടിൻ്റെ അടി, ഇവർ രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന കട്ടിൻ്റെ അടിയിൽ ശ്രുതി കിടക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫോൺ അടിച്ചു മാറ്റാൻ പറ്റില്ല, ഫോൺ അടിച്ചു മാറ്റി തൻ്റെ കൈ വെച്ചേക്കുക. പക്ഷേ ഇവർ മാറിയാൽ മാത്രം, രേവതി സച്ചിയെ മാറിയാൽ മാത്രമേ ഈ ഫോണ് കൈക്കലാക്കി ആറ്റടിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു സീനിൽ കിടക്കും. പക്ഷേ ഈ ഇറങ്ങാനും പറ്റത്തില്ല, അത് കൊണ്ടുപോകാനും പറ്റാത്തൊരു സാഹചര്യം, ഭയങ്കര ഒരു വിഷമത്തിൻ്റെ രീതിയിൽ. കാരണം പേടിച്ചരണ്ട് കിടക്കുവാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പം ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രണ്ടുപേരും തിരിച്ചു വന്ന് ആദ്യം വരുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചി തിരിച്ച് വന്നിട്ട് കൈ കഴുകിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. അപ്പോൾ രേവതി ഓടിക്കുക, രേവതി എൻ്റെ ഫോൺ കണ്ടോ, ഞാനിവിടെ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി വന്നിട്ട് പറയുക, അയ്യോ ചേട്ടാ ഫോൺ കണ്ടില്ല, എന്ത് ചെയ്യും, ഫോൺ എവിടെയാണ്? എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, ചേട്ടൻ കുടിക്കുന്നവർക്ക് മറവി കൂടുതലാണ്, കാരണം അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കുമായിരിക്കും, ഇവിടെ തന്നെയാണ് വെച്ചത് എന്ന് പറഞ്ഞു. ഉടനെ സച്ചി ചെറുതായിട്ട് ചൂടാകുന്നുണ്ട്, നീ ഇപ്പം ഫോൺ പോയതിൻ്റെ പേര് പറഞ്ഞിട്ട് കുടിക്കുന്ന കാര്യം എടുത്ത് ഇടരുത്, കാരണം അതൊന്നും നടപടിയുള്ള കേസല്ല എന്ന് പറയുക. പിന്നെ അച്ഛൻ്റെ അടുത്ത് രേവതി പോയി ചോദിക്കും, അച്ഛാ സച്ചേട്ടൻ്റെ ഫോൺ കണ്ടോ, ഞാൻ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല, ഇപ്പോൾ ഇവിടെ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് അറിയാമെന്ന് ഉടനെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്നലെ വല്ലതും കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രേവതി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ രീതിയിൽ കണ്ണൊക്കെ ഓടിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുടിച്ച കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ തന്നെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ ഫോൺ കളഞ്ഞു പോയി എന്ന്. നീ എവിടെ മറന്നു വെച്ച്, നീ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും അതിന് കട്ടെടുത്തായിരിക്കും എന്ന് പറയാം. നിൻ്റെ ഫോൺ ആര് കട്ടെടുക്കാനാണ്, ഈ വീട്ടിൽ ആര് കട്ടെടുക്കാനാണ്, ഇവിടെ എല്ലാവരും നിൻ്റെ സഹോദരങ്ങളും ഇവരൊക്കെ തന്നെയല്ലേ ഉള്ളത്, പിന്നെ നിൻ്റെ ഫോൺ എന്തിനാ കട്ടെടുക്കാമെന്ന് പറയും. ഉടനെ അവിടെ നമ്മുടെ ശ്രുതി വരുമ്പോഴത്തേക്ക് ഈ വീട്ടിലൊരു കള്ളനുണ്ടെന്ന് ശ്രുതി പറയുമ്പോഴത്തേക്ക്, ഞാനാണോ കള്ളൻ, ഞാനൊന്നും എടുക്കുന്നില്ല നിൻ്റെ ഫോൺ, ഞാൻ എൻ്റെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ഫോണിനെക്കാട്ടും ഒരു 20 ഇരട്ടി വിലയുള്ള ഫോണൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്, പിന്നെ നിൻ്റെ ഉള്ള ഫോണൊക്കെ എടുക്കേണ്ട കാര്യം എനിക്കെന്താണെന്നുള്ള രീതി പറയാം. അത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പിന്നെ കാണിക്കുന്ന അകത്തെ സീനാണ്. ശ്രുതി കട്ടിനടി കിടക്കുന്നത്, സച്ചിയും രേവതിയും വീടിൻ്റെ അകത്തുനിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി ആ റൂമിൽ നിന്ന് ഇറങ്ങി എവിടെ വെക്കണം, എങ്ങനെ പരതി നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ ഈ ഫോൺ വെക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ലാസ്റ്റ് ഫോൺ കുത്തിയിട്ടതിനെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ചെറിയ വിടവുണ്ട്. ആ വിടവ് കൂടെ ഇട്ടിട്ട് ശ്രുതി പുറത്ത് പോകും. അപ്പോൾ ഇവിടെ ഈ സീൻ ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പുറത്തുനിന്ന് കഴിയുമ്പോഴത്തേക്ക്, എന്താ ശ്രുതി എന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്താ അപ്പോൾ നീ അവിടെ പോയ കാര്യം ശ്രുതിയോട് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ടെറസിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശ്രുതി പറയുക, ഞാൻ ടെറസിൽ വന്ന് നിന്നെ നോക്കിയപ്പോൾ കണ്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് മീരയെ ഫോൺ വിളിച്ചുകൊണ്ട് പറയും, ഞാൻ ബാക്ക് വശത്തൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഉടനെ ശ്രുതി പറയുക, ഓ നീ ബാക്ക് വശത്ത് തരാം, ഞാൻ ഫ്രണ്ട് വശത്ത് നിന്ന് കയറി വന്നപ്പോഴത്തേക്ക് നീ ബാക്ക് വശത്തോടെ ഇറങ്ങിപ്പോയല്ലേ, ശരിയാ ഓക്കെ ഞാൻ വെറുതെ
ഇത് തെറ്റിദ്ധരിച്ചു. ഉടനെ എന്നിട്ട് ശ്രുതിയുടെ പുറകെ, അപ്പോൾ ശ്രുതി ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ശ്രുതി റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രുതി പറയും, ശ്രുതി ഒരു കാര്യമുണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് പുറകെ പോകും. ഉടനെ ഇവർ ഇവിടെ ഫോൺ ഭയങ്കരമായിട്ട് തപ്പുന്നു. അത് കഴിഞ്ഞ് സച്ചി നേരെ വന്ന് റൂമിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് കട്ടിലേ വന്നിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ രേവതി വരിക. രേവതി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് സച്ചിയേട്ടാ ഫോൺ കിട്ടിയോ, എന്തെങ്കിലും ആയോ, ഇപ്പം അങ്ങനെ ഫോൺ വിളിച്ചൊക്കെ നോക്കുന്നു. ഫോൺ വിളിച്ച് നോക്കുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പക്ഷേ എന്നിട്ട് വന്ന് ഇപ്പോൾ ഈ എവിടെ ചേട്ടൻ കുത്തിയിട്ടെന്ന് അവിടെ കുത്തിയിട്ടെന്ന് ആ കുത്തിയിട്ടടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് കുത്തിയിട്ടതിൻ്റെ ബാക്കിലായിട്ട് ഒരു 2-3 പ്രാവശ്യം തപ്പിക്കഴിയുമ്പോഴത്തേക്ക് ഫോൺ കിട്ടുന്നുണ്ട്. ആ ഫോൺ എടുത്തുകൊണ്ട് നേരെ ഇതാണ്ട് സച്ചിയേട്ടാ അതാണ് ഫോൺ കിട്ടിയല്ലോ, ഇതാ പറഞ്ഞ് ചുമ്മാ ആൾക്കാരെ സംശയിക്കാതെ ചേട്ടൻ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ട് അത് പറഞ്ഞാൽ പോരെ. ഇതിപ്പം സച്ചിയേട്ടൻ കാരണം കൊണ്ട് ഇപ്പം മറ്റുള്ളവരെല്ലാം നാണം കെടേണ്ടി വരുന്നില്ലേ, പിന്നെ നമ്മൾ നാണം കെടുന്നില്ല, നമ്മൾ അവരെ സംശയിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളെ അവർ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വന്ന് പ്രായമാകുന്നുണ്ട്, അതുകൊണ്ടെന്ന് പ്രായമാകുന്നോ എനിക്കോ പ്രായമാകുന്നതിൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, മറവിയൊക്കെ വരുന്നതെന്നുള്ള രീതിയിൽ പറയും. ഉടനെ അത് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്ക് സച്ചി നേരെ വന്നിട്ട് ഫോൺ നോക്കിയിട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പം കണ്ണാടി വന്നിട്ട് എനിക്ക് പ്രായമായോ, പ്രായത്തിൻ്റെ ആണോ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് തന്നെ സച്ചി നേരെ വന്നിട്ട് ഫോൺ കുത്തിയിടും. ഞാൻ എന്നിട്ടിങ്ങനെ ആലോചിക്കും, ഞാൻ ആദ്യം വന്നു കുളിക്കാൻ നേരത്ത് ഫോൺ ഇവിടെ കുത്തിയിട്ടിട്ട് പോയി, അത് കഴിഞ്ഞ് വേറെ ഒന്നും പോയില്ല, എന്നിട്ട് വേറെ ഫോൺ എടുക്കുക ഒന്നും ചെയ്തില്ലോ, പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് അവിടെ നമ്മുടെ ചന്ദ്രവതി ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനാണ്. ശ്രീകാന്ത് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ പ്രിയ ഇവിടെ കണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ടാണല്ലോ വിളിച്ചത്, ഇവിടെ കാണുന്നതാണല്ലോ പറഞ്ഞതെന്നുള്ള ഇതിൽ വന്നിട്ട് പ്രിയ ഫോൺ വിളിക്കുമ്പോൾ ശ്രീകാന്ത് ഞാനിവിടെ ഉണ്ട്, ശ്രീകാന്ത് വാ എന്ന് പറയും. ഉടനെ എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കുക, നമുക്ക് കുറച്ച് പ്ലേറ്റും കപ്പുകളെല്ലാം മേടിക്കണം എന്നുള്ളത്. അപ്പോൾ പുതിയ പ്ലേറ്റും കപ്പുകളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതല്ല, കസ്റ്റമറെ നമുക്ക് ഇൻട്രസ്റ്റ് ആക്കാൻ നല്ല ആയിട്ട് വരുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ പ്ലേറ്റും കപ്പൊക്കെ, നമുക്ക് അതിലൊന്നും വലിയ കാര്യം, നമ്മൾ കൊടുക്കുന്ന ഫുഡിലല്ലേ നല്ല കാര്യം, അതല്ല നമ്മൾ മറ്റുള്ള ഹോട്ടലിലെ പോലെയല്ല, നമ്മൾ ഇത്തിരി കൂടെ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം, അപ്പോഴേ അട്രാക്റ്റീവ് ആകത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയും. ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്ലേറ്റും കപ്പും അത് സോസറെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പം ഇത് ചെറിയ പ്ലേറ്റല്ലേ എന്ന് ഇത് പിന്നെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേ നമ്മുടെ മറ്റുള്ള ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പ്ലേറ്റിൽ തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്, നമ്മൾ കൊടുക്കുന്ന കൊച്ചു പിള്ളേർക്ക് വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് അവർക്കും തനിച്ചുള്ള രീതിയിലുള്ള പ്ലേറ്റ് കൊടുക്കണം, അപ്പോഴാണ് അട്രാക്റ്റീവ് ആകത്തുള്ളൂ, അപ്പോൾ അവർക്കും കഴിക്കാനുള്ള രീതിയിലുള്ള പാകത്തിനാകും എന്ന് പറയാം. അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്ലേറ്റും ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് തന്നെ വർഷയുടെ, അതായത് തൻ്റെ ശ്രീകാന്തിൻ്റെ അമ്മായിമ്മ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടും തൊട്ടടുത്ത് നിന്ന് തൊട്ടി ഒരുമി നിന്ന് ഈ പ്ലേറ്റും കപ്പുകളൊക്കെ എടുക്കും. ഇതാരാ ഇങ്ങനെ, എന്താ ഈ പെണ്ണ് ആയിട്ട് ഇവനെന്താ ബന്ധം എന്നുള്ള ഇതിലൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, അതാണ് ഈ പ്ലേറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഉടനെ ഈ കൊള്ളാമല്ലോ, ഞാൻ അതുപോലൊരു പ്ലേറ്റ് അവളും എടുക്കും. അപ്പം പ്രിയ എടുക്കും. അപ്പം ഒരേ ടൈമിൽ എടുക്കുന്നതുകൊണ്ട് മലപ്പുറത്തും കണ്ടോ, നമ്മുടെ മലപ്പുറത്ത് നല്ലതാണല്ലോ എന്ന് ശ്രീകാന്ത് പറയുക. അത് കഴിഞ്ഞ് പിന്നെയും നോക്കുമ്പോഴത്തേക്ക് പിന്നെയും അതുപോലെ അതേ ടൈമിൽ ഒന്നും കൂടെ എടുക്കുമ്പോഴത്തേക്ക് കണ്ട ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്ത് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് പോടാ എന്ന് പറഞ്ഞ് പ്രിയ ശ്രീകാന്തിൻ്റെ തോളത്ത് അടിക്കുന്നുണ്ട്. ഉടനെ തൊട്ടിരുമിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇതാരാന്നുള്ള രീതിയിൽ ഈ ശ്രീകാന്തിൻ്റെ അമ്മായിമ്മ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ രീതിയിൽ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞുടനെ പിന്നെ പ്രിയ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് തൻ്റെ അമ്മായിമ്മയെ കാണുക. ആൻറ്റി എന്താ ആൻറ്റി ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ എന്താ ഇവിടെ, ഞാനേ ഷോപ്പിലേക്ക് കുറച്ച് പ്ലേറ്റും കപ്പും എല്ലാം മേടിക്കാൻ വന്നതാണെന്ന് പറയും. ആണോ, നീ ആൻറ്റി എന്താ ഇവിടെ, ഞാനൊരു കുക്കർ മേടിക്കാൻ വന്നതാണ്. ആണോ കുക്കർ മേടിച്ചോ, മേടിച്ചില്ല മേടിക്കാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, ശരി ഞാനും സെലക്ട് ചെയ്ത് തരാം എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ഞാൻ സെലക്ട് ചെയ്തോളാം എന്നുള്ളതൊക്കെയാണ് അമ്മായിമ്മ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പെണ്ണ് ഏതാണെന്ന് ചോദിക്കും. ഏത് പെണ്ണ്, അതോ അല്ല അതിന് ചോദിക്കുന്ന മുമ്പ് തന്നെ പ്രിയ വരുന്നുണ്ട്. പ്രിയ വന്നിട്ട് ശ്രീകാന്ത് എന്നെ ഇവിടെ നിൽക്കുന്നത് ശ്രീകാന്ത് പറയുന്നുണ്ട്, പ്രിയെ ഇതാണ് എൻ്റെ മദറിൻലോ
അപ്പം വർഷയുടെ അമ്മ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആണോ, ഓ നൈസ് ടു മീറ്റ് യു ആൻറ്റി എന്നുള്ള രീതിയിൽ പറയും. അത് ഞാൻ ഒന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഇത് ഓണറാന്ന് പറയും. ഓ ഞാൻ ഓണറല്ല, ഓണറിൻ്റെ ഡോട്ടറാന്ന് പറയും. പ്രിയ പറയും. അപ്പം ആൻറ്റിയുടെ മോൾ എന്ത് ഭാഗ്യം ചെയ്ത ശ്രീകാന്ത് എന്ത് ക്യൂട്ട് ആൻഡ് ടാലൻറ്റഡ് പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ സൂപ്പീരും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പറയുവാണ്, ആണോ ശരി എന്ന് പറയും. പക്ഷെ അവൾക്ക് പിടിക്കുന്നില്ല, അമ്മായിമ്മയ്ക്ക് തീരെ പിടിക്കുന്നില്ല ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പറയുക, അങ്ങനെ വളരെ ഭാഗ്യവതിയാണ്, നല്ല രീതിയിൽ നല്ലൊരു പേഴ്സണെയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഉടനെ അത് കഴിഞ്ഞുകൊണ്ട് ശരി നിങ്ങൾ സംസാരിച്ച് നിൽക്കുന്നു പറഞ്ഞ് പ്രിയ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി കുക്കർ എടുക്കുന്നില്ല, എനിക്ക് ഇച്ചിരി വർക്കുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ എന്തിനു വർക്ക് ചെയ്യുന്നത്, കാരണം നീ അവിടുത്തെ ഷെഫല്ലേ, നീ എന്തിനു മേടിക്കാനൊക്കെ വരുന്നത്. ആൻറ്റി ഇത് വർക്കായിട്ട് കാണണ്ട, ഞാനിതൊരു ഹെൽപ്പായിട്ട് കാണുന്നുള്ളൂ. കാരണം അവർ ഓണർ എന്ന് പറയാൻ മേടിക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു ഷെഫായിട്ടിരിക്കുമ്പോൾ എനിക്കറിയാമല്ലോ എന്തൊക്കെ ആണ് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് കസ്റ്റമർക്ക് വേണ്ടതെന്ന് എനിക്കറിയാമല്ലോ. ആ ഒരു ബേസിലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഇതൊരു വേറൊരു സർവീസായിട്ടൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട്. ആൻറ്റി എന്നാൽ കുക്കർ നോക്ക്, എനിക്ക് ഉള്ള കടകളിലേക്കുള്ള സാധനങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നൊരു സീനാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ വർഷയുടെ അമ്മ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുക, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇവരുടെ ബന്ധം എന്താണ് എന്നുള്ളൊരു രീതിയിലൊരു സംശയത്തിൻ്റെ ബുദ്ധി നോക്കുന്നൊരു സീൻ കൂടെയാണ് നമ്മൾ എടുത്ത് കാണുന്നത് അവിടെ. ശ്രീകാന്ത് മാറിയപ്പോൾ തന്നെ വർഷയുടെ അമ്മ ഫോൺ എടുക്കുന്നു, വർഷയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന സ്ഥലത്തെന്ന് പറയുമ്പോഴത്തേക്ക് പറയും, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഉടനെ പറയും ഉടനെ ശരി ഇപ്പം ഞാൻ അമ്മ ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പം വർഷം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കോള് കെട്ടി കഴിഞ്ഞ് അമ്മ എന്തിനാ കാണാൻ പറയാമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ് എന്തോ ഉണ്ടല്ലോ, എന്താ ഇതിങ്ങനെയെന്ന് പറയുമ്പോൾ അപ്പം തന്നെ വർഷയുടെ ഓണർ കയറി വരണോ, സോറി വർഷ, ഞാനിത്തിരി വൈകിപ്പോയി, ഞാൻ വരുന്ന വഴിക്ക് നിൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കണ്ടു, കാരണം സച്ചിനെയും രേവതിയും കണ്ടായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ തലയുടെ കെട്ടഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. അവരെന്നെ ക്യൂട്ട് കപ്പിളാണ്, കാരണം അവർ ഭയങ്കര രീതിയിൽ എൻ്റെ അടുത്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇല്ല കയറുന്നില്ല, സമയമില്ല, കാരണം ഞാൻ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വന്നത്, അതുകൊണ്ട് ഇപ്പം സമയമില്ല, നമുക്ക് വേറൊരു ദിവസം കയറാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഭയങ്കര ക്യൂട്ട് കപ്പിളല്ലേ, കാരണം അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഭയങ്കര തേനും പാലൊക്കെ ഒഴുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വർഷം പറയണേ, അതുകൊണ്ടാണല്ലോ സാറേ ചേട്ടാ അവർക്ക് നല്ല ബെസ്റ്റ് കപ്പിൾസിനുള്ള പ്രൈസെല്ലാം കിട്ടിയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആണോ, ശരി ശരി, അവർ കൊള്ളാം കേട്ടോ, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, അവർ നല്ല ഇൻറ്റിമസിയുള്ള ഒരു കപ്പിൾസാണ്, കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കെട്ടിയവനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകണം. രേവതിയുടെ വീട്ടിൽ വന്നതിനെ വണ്ടി നിർത്തി കഴിയുമ്പോൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അമ്മ വന്ന് വിളിക്കണം, മോനെ വാ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് പറയും, ഇല്ല അമ്മേ, ഞാൻ രേവതിയെ കൊണ്ടുവിടാൻ വന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ടേ പെട്ടെന്ന് തന്നെ ദേവ് വരുന്നു. ദേവ് വന്നുകൊണ്ടുതന്നെ സച്ചിയേട്ടാ വന്നത് നന്നായി, കറക്റ്റ് ടൈമിലാണ് വന്നത്, എന്നെ അങ്ങോട്ടൊന്ന് ഇറക്കിയേക്കണം, കാരണം കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വണ്ടി ഇരുന്നില്ല, ഞാൻ വണ്ടി പിടിക്കുന്നില്ല, കാരണം കഴിഞ്ഞാൽ സച്ചിയേട്ടൻ വന്നിട്ടുണ്ടല്ലോ, സച്ചിയേട്ടൻ ഇപ്പോൾ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അപ്പോൾ സച്ചിയേട്ടൻ രേവതി ചോദിക്കുന്നുണ്ട്, നീ ഈ ടൈമിലാണ് ജോലിക്ക് ഇറങ്ങുന്നത്, നീ ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നേരത്തെ എത്തുന്നത്, എന്താ ഇത്ര വൈകുന്നതെന്ന് കഴിയുമ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, ഇങ്ങനെ പോകണം നിൻ്റെ പണി പോകും കേട്ടോ, എന്നും താമസിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ പണി പോകും എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇല്ല ഏട്ടാ, ഞാൻ ഇന്ന് മാത്രം ഇങ്ങനെ ആയത്. അപ്പം അമ്മ പറയുന്നുണ്ട്, അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇവൾ പൂച്ചടും ചെയ്യാൻ പോയിട്ട് വന്നിട്ടാണ് പിന്നെ ഒരുങ്ങി ജോലിക്ക് പോകുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര വൈകി പോകുന്നതെന്ന് പറയാം. അപ്പോൾ തന്നെ അങ്ങോട്ട് നമ്മുടെ ശരത്തും വരുവാണ്. ശരത്തും വന്നിട്ട് എങ്ങനെയുണ്ട്, എന്നാ ഉണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, ഇന്ന് നിനക്ക് ക്ലാസ് ഉണ്ടോ, ഇന്ന് അവധിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ. ഉടനെ എല്ലാവരും, അതായത് രേവതിയും സച്ചിയും കൂടെ ചേർന്ന്, ഇത് കള്ളമാണോ പറയുന്നത് നീ, അല്ലെങ്കിൽ പഴയതുപോലെ പരിപാടി ഉണ്ടെന്നോ. ഇല്ല, ഞാൻ പഴയതുപോലൊന്നും ഇല്ല, ഞാനിപ്പം നല്ല രീതിയിൽ വേണം, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, എനിക്ക് നല്ല രീതിയിൽ പഠിക്കണം, എനിക്ക് മാർക്ക് എടുക്കണം, അതുപോലെ ജയിക്കണം എന്നുള്ള തോട്ടൊക്കെ ഉണ്ട് എനിക്ക്, ഞാനതുപോലെ പഴയതുപോലെ പരിപാടിക്കൊന്നും മുതൽ നിങ്ങളെ വിഷമിപ്പിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ നീ ചെയ്താൽ നിനക്ക് കൊള്ളാം, കരഞ്ഞല്ലെന്നുണ്ടെങ്കിൽ ഭാവി പോകും എന്ന് പറയുവാണ്. ഉടനെ അമ്മ പറയുന്നുണ്ട്, ഇല്ല അവനെല്ലാം കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. ഉടനെ ദേവ് പറയുന്നുണ്ട്, ഇല്ല സച്ചേട്ടാ, അവൻ പഠിക്കുന്നുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ പരീക്ഷയുടെ പേടിയുണ്ടെന്ന് പറയും. ഉടനെ ശരത്ത് പറയും, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് നേടും, അതുപോലെ നല്ല പരീക്ഷ ജയിക്കുകയും ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യും, കാരണം ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, അതുകൊണ്ട് ചേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ല ഞാൻ
അതിനെക്കുറിച്ച് തെറ്റായിട്ട് നിങ്ങളൊന്ന് കരുതണ്ട എന്ന് പറയുന്നുണ്ട്. അതിന് ശരത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ദേവു അങ്ങോട്ട് കാറിലോട്ട് പോകും. ഉടനെ രേവതിയുടെ അമ്മ പറയുക അവൻ പഴയതുപോലെ ഒന്നല്ല, നന്നായിട്ട് മാറി. കാരണം എനിക്ക് നല്ല മാറ്റം മനസ്സിലാകുന്നുണ്ട്. രാവിലെ നേരത്തെ പോകും, സ്കൂളിൽ കോളേജിൽ പോകും. അതുപോലെ വൈകിട്ട് നേരത്തെ വന്ന് രാത്രി 12 മണി വരെ പഠിക്കുന്നുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല രീതിയിൽ പൊക്കോടിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല രീതിയിൽ ഹാപ്പി ആവുന്നുണ്ടെന്ന് പറയാം. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഓക്കെ നല്ലത് നല്ലത്, അങ്ങനെ തന്നെ വരട്ടെ അമ്മേ. മാത്രമല്ല അമ്മ മീൻകറി ഉണ്ടോ എന്ന് ചോദിക്കുമോ. അണ്ണ പറയാം അമ്മ പറയുക മോൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മീൻകറി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് അതായത് മുളക് വരട്ടിയിട്ടുള്ള മീൻകറി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കറിയാണ്, കഴിച്ചിട്ട് പോകുന്ന. ഇല്ലമ്മേ രേവതിക്ക് കൊടുക്ക്, രേവതി കഴിക്കട്ടെ, ഞാനെന്നാൽ ഇറങ്ങുക. രേവതി ഞാൻ നിന്നെ വിളിക്കാൻ പറയണമെന്ന് ചോദിക്കും. വേണ്ട ഏട്ടാ സച്ചേട്ടൻ, സച്ചേട്ടൻ പൊക്കോ എന്ന് പറയുമ്പോൾ ശരി അങ്ങനെ പോകും. അങ്ങനെ സച്ചി ഇറങ്ങി പോവാണ്. അതിൻ്റെ പുറകെ രേവതി പറയുന്നുണ്ട്, രേവതി കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ ശരത്തിനും കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കും രണ്ടാമത് ക്യാഷ് കൊടുക്കുവാണ്. അതായത് അമ്മ ഈ ക്യാഷ് കുറച്ച് വെച്ചു, അതായത് ചിലവിനുള്ള ക്യാഷായിട്ട് എന്നുള്ള ഇത് പറയും. മോളെ ക്യാഷ് ഒന്നും വേണ്ട, അത്യാവശ്യമുള്ള ചിലവിനുള്ള ക്യാഷൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഇല്ലമ്മ ഞാനിത് തരാൻ വേണ്ടി തന്നെ വന്നത്, അമ്മ ഈ ക്യാഷ് മേടിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ ക്യാഷ് മേടിച്ചിട്ട് വരണം. മോളെ ഇനി നീ ക്യാഷ് തരാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്, കാരണം വേറെ എന്തിനു വേണ്ടിയും വന്നു, പക്ഷേ ഈ ക്യാഷ് തരാൻ വേണ്ടി വരരുത്. കാരണം നിങ്ങൾക്കും റൂമൊന്നുമില്ല, നിങ്ങളൊരു റൂം പെട്ടെന്ന് സെറ്റ് ആക്കണം, പെട്ടെന്ന് റൂമിന് ഉള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സ്ഥലവും വീടും അതുപോലെല്ലാം മേടിച്ച് എല്ലാം കൂട്ടണം. ഈ കാശ് ഇവിടെ തന്നെ തന്ന് എല്ലാ ചിലവും ഇങ്ങോട്ടത്തേക്ക് മാത്രം ചിലവാക്കി കഴിഞ്ഞാൽ കയ്യിലൊന്നും കാണത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ലമ്മ ഞാൻ നോക്കുന്നുണ്ട്, ഞങ്ങൾ വീട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ റൂം സെറ്റാക്കാൻ വേണ്ടി ക്യാഷ് വേറെ സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ സീനാണ് ഇന്ന് ലാസ്റ്റായിട്ട് കാണുന്നത്. അതിനാൽ ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല നല്ല കഥകൾ, നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി. അത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്രകാരം നിങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ വിശേഷം നിന്ന് ഞാൻ ഇവിടെ പറയുന്നു. ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ്.